3 1/2 കുറയ്ക്കണം 2 1/3 കുറയ്ക്കണം 1/3 ബൈ 5 1/2 ഇൻറ്റു 5/11 കുറയ്ക്കണം 1 2/3. ഇതിൽ 3 1/2 2 1/3 5 1/2 1 2/3 ഇതെല്ലാം മിക്സഡ് ഫ്രാക്ഷൻസ് ആണ്, മിശ്രഭിന്നങ്ങളാണ്. നമ്മൾ അതിനെ മാറ്റി സാധാരണ ഭിന്നങ്ങളാക്കുക. ഈ മിശ്രഭിന്നം 3 1/2 സാധാരണ ഭിന്നാക്കാൻ 3 കൊണ്ട് 2നെ ഗുണിക്കുക, 3 2 6 1 കൂട്ടുക 7/2 എന്ന് വരും. 3 2 6 1 കൂട്ടി 7/2 7/2 കുറയ്ക്കണം. അതുപോലെ 23 6 1 കൂട്ടി 7/3 23 6 1 കൂട്ടി 7/3 കുറയ്ക്കണം 1/3 അതുപോലെ ഇട്ടു. ഹോൾ ഡിവൈഡഡ് ബൈ ഇത് I2 10 1 11/2 11/2 I2 10 1 11/2 ഇൻറ്റു ഇത് അതുപോലെ ഇടുക 5/11 കുറയ്ക്കണം. ഇത് ബ്രാക്കറ്റിലാണ്. ഇത് മിക്സഡ് ഫ്രാക്ഷൻ മാറ്റുക. 1 3 3 2 5/3 1 3 3 3 2 5/3. ഇവിടെ നമ്മൾ കുറയ്ക്കുമ്പോൾ ഛേദങ്ങൾ തുല്യമാവണം. ഛേദങ്ങൾ തുല്യമല്ല 2 3 3. അപ്പോൾ നമുക്ക് ഛേദങ്ങളുടെ ലസാഗു കൊടുക്കുക. 2 3 3 എന്ന് പറഞ്ഞാൽ 2ൻ്റെയും 3ൻ്റെയും ലസാഗു കണ്ടാൽ മതി. 2ൻ്റെയും 3ൻ്റെയും ലസാഗു കാണുമ്പോൾ 2നും 3നും കോമൺ ഫാക്ടർ ഇല്ല, 2നും 3നും പൊതു ഘടകമില്ല. അപ്പോൾ ലസാഗു കാണാൻ 2 × 3 6 അപ്പോൾ ലസാഗു ഛേദങ്ങളുടെ ലസാഗു കിട്ടി നമുക്ക് 6. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ എല്ലാ ഛേദങ്ങളെയും 6 ആക്കണം. ഇവിടെ 6 ആവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 3 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ 3 കൊണ്ട് മുകളിലും താഴെ ഗുണിക്കുക. 3 7 21/3 6 കുറയ്ക്കണം. ഈ 3 6 2 കൊണ്ട് ഗുണിക്കണം, മുകളിലും താഴെ 2 കൊണ്ട് ഗുണിക്കുക. 7 14/23 6 കുറയ്ക്കണം. ഈ 3ഉം 6 2 കൊണ്ട് ഗുണിക്കുക. 2 2/3 6. ഇപ്പോൾ ഛേദങ്ങളെല്ലാം തുല്യമായി, അതെഴുതി. ബൈ ഇത് ഗുണിക്കുമ്പോൾ നമുക്ക് 11ഉം 11ഉം വെട്ടിക്കളയാം. ബാക്കി എന്താ വരിക? 5/2 കുറയ്ക്കണം. ഇവിടെ 5/3. ഇനി നമുക്ക് ഇവിടെ അംശം കുറയ്ക്കാം. അംശം എന്താ? 21/6 കുറയ്ക്കണം 14/6 കുറയ്ക്കണം 2/6. ഛേദങ്ങൾ തുല്യമായതുകൊണ്ട് ഇതിലത്തെ അംശങ്ങൾ കുറയ്ക്കുക. 21 14 കുറച്ചാൽ 7 7 2 കുറച്ചാൽ 5 21 14 കുറച്ചാൽ 7 7 2 കുറച്ചാൽ 5/6. അപ്പോൾ അംശം നമ്മൾ കണ്ടുപിടിച്ചു 5/6 ബൈ ഛേദമോ ഇതും നമുക്ക് എന്ത് ചെയ്യണം? ഛേദങ്ങൾ തുല്യമല്ല, അതുകൊണ്ട് ഛേദങ്ങൾ തുല്യപ്പെടുത്തിയിട്ട് വേണം ചെയ്യാൻ. ഇത് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാം. എന്ത് ചെയ്താൽ മതി? ഈ അംശം കൊണ്ട് ഈ ഛേദത്തെ ഗുണിക്കുക. I3 15 കുറയ്ക്കണം. ഈ ഛേദം കൊണ്ട് ഈ അംശത്തെ ഗുണിക്കുക. 25 10. അപ്പോൾ 15 കുറയ്ക്കണം 10 ബൈ ഛേദങ്ങൾ ഗുണിക്കുക. 23 6. 5 കൊണ്ട് 3നെ ഗുണിച്ചു I3 15 കുറയ്ക്കണം. 2 കൊണ്ട് 5നെ ഗുണിച്ചു 25 10 ബൈ ഛേദങ്ങൾ ഗുണിച്ചു 23 6. ഇനി വീണ്ടും അംശം എന്താണ്? 5/6 ബൈ ഇത് കുറയ്ക്കുമ്പോൾ 15 10 കുറച്ച് 5/6 എന്ന് വരും. 5/6 5/6 ബൈ 5/6 എന്താ അർത്ഥം? അംശവും ഛേദവും ഒരുപോലെയാണ്, തുല്യമാണ്. ഉത്തരം 1.